ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പുഴുങ്ങിയ മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ടൊരു ഈവനിങ് സ്നാക്കാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. നമുക്കിനി അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യണം. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. 2 പുഴുങ്ങിയ കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. അത് 8ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഓരോ ബോളുകളാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തി എടുത്തിട്ട് ഓരോ എഗ് പീസും ഇതിൽ വെച്ച് കവർ ചെയ്ത് ബോളുകളായോ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ എടുക്കാവുന്നതാണ്. ഒരു ഓവൽ ഷേപ്പിലാണ് എടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. നമുക്കിങ്ങനെയെല്ലാം ഉരുട്ടിയെടുക്കാം. ഒരു മുട്ട എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓരോ ബോൾസും എഗ് ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളർ ആവുന്നവരെ തിരിച്ചും മറിച്ച് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അടുത്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ബൈ.